അറേബ്യൻ ബ്രെഡ് പുഡിംഗ് ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ അതിനെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിതാ ഇവിടെ ഒരു ഗ്ലാസ് പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തുങ്ങാണ്ട് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടാക്കിയെടുക്കാം. കറക്റ്റ് ഒരു സ്പൂണ് അല്ലെങ്കിൽ 1.25 സ്പൂണോളം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് പാലും കൂടെ വെച്ചിങ്ങാണ്ട് ഈ കസ്റ്റാർഡ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് പാല് തിളച്ച് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഒരു പുഡിങ്ങിൻ്റെ ട്രേ എടുത്തിട്ട് അതിനകത്തേക്ക് ബ്രെഡിൻ്റെ അരിവ് മൊത്തം കട്ട് ചെയ്തിങ്ങാനിട്ട് ഇതുപോലെ എടുത്തിങ്ങാനിട്ട് വെച്ച് കൊടുക്കുക. ഒരു ലെയർ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ മിക്സില്ലേ അത് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ബ്രെഡ് മുങ്ങിപ്പോണ വിധത്തിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നമ്മൾ ഒരു സ്പൂൺ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഇതാ ഒരു ലെയർ ഇവിടെ ഇതാ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ലെയറും ഇതുപോലെ ബ്രെഡ് വെച്ച് കൊടുക്കാം. ഒരു 2 ലെയർ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ. എന്നിട്ട് ആ ലെയറിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ കസ്റ്റാർഡിൻ്റെ ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ ഫില്ലാവുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഫ്രഷ് ക്രീമിൻ്റെ മിക്സ് തയ്യാറാക്കാനുണ്ട്. അതിനുവേണ്ടി ഫ്രഷ് ക്രീം എടുക്കുക. അതിനകത്തേക്ക് മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യണമെന്നില്ല, അത് ഈ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഈ മിക്സും കൂടെ നമുക്ക് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ആണ് മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ രീതിയിൽ ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും നട്ട്സ്, പിസ്ത, ബദാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിങ്ങായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു ക്ലിംഗ് റാപ്പ് വെച്ചിങ്ങായിട്ട് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കേണ്ടത്. ഇപ്പം ഏകദേശം 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൈഡേ സ്പെഷ്യലായിട്ടുള്ള മൂരി ബിരിയാണിയുടെ റെസിപ്പി കാണാം കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നത് ഒരു സ്പൂണ് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ അത്. പിന്നില്ലേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.